ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്ന് ഒരു കിഡിൻ്റെ ഡാഷ് ഒഴിച്ചിങ്ങായിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതിനായി നമ്മൾ ഡാഷിൻ്റെ ഭാഗത്തുള്ള സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് ഉള്ളതാണ്. അപ്പോൾ സൈഡിൽ 2 സ്ക്രൂ വരും, ഇവിടെ വരും, പിന്നെ അപ്പുറത്തും വരും. അതിൻ്റെ ബോൾട്ട് 2 അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ബാഗിൻ്റെ അത് ഇങ്ങനെ ഊരെടുക്കാം. അതിൻ്റെ എയർ ബാഗിൻ്റെ കണക്ഷൻ പിടിക്കണം, ഹോണ്ട കണക്ഷൻ പിടിക്കണം, രണ്ട് മാറ്റി വയ്ക്കാം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലിലെ നെറ്റ് ഇതിനകത്ത് ഊരി ചെയ്യാം. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി അത് ഊരിയ ശേഷം സ്റ്റിയറിങ് ഊരുക. അതിന് ശേഷം ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, വൈപ്പറിൻ്റെ സ്വിച്ചിൻ്റെ എല്ലാ ഭാഗവും പ്ലെയർ വെച്ചിങ്ങേറ്റ ക്ലിപ്പ് അമർത്തിക്കതിന് ശേഷം വയറൊക്കെ ഇടിച്ചതിന് ശേഷം നമുക്ക് ഊരെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് വരുന്നത് ഈ ക്ലസ്റ്ററിൻ്റെ ഈ ഭാഗം ഊരാൻ പറ്റും. പിന്നെ ഈ ഫ്രെയിം ഇത് ഊരണം, എന്നാലോ ഈ സെറ്റിൻ്റെ ഭാഗം നമുക്ക് ഊരെടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ലോക്കലാണ്, നേരെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അപ്പോൾ അത് ഊരിയതിന് ശേഷം നമുക്ക് ഇതിൽ 3 സ്ക്രൂ വരും, ഫ്ലവറാണ്. ഇത് 3 കൂടി ഊരി മാറ്റിയാൽ നമുക്ക് ഈ മീറ്റർ ഇവിടെ ഊരെടുക്കാവുന്നതാണ്. 2 ക്ലിപ്പ് ഉണ്ട്, 2 സോക്കറ്റ് ഉണ്ട്, അത് രണ്ടും നമുക്ക് പിടിക്കണം. അത് പിടിക്കാൻ ഇതിൻ്റെ ഉള്ളിലൊരു 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, ഡാഷിൻ്റെ പിടുത്തം. അതുപോലെ തന്നെ ഈ സൈഡിൽ 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, ഈ സൈഡിൽ കൊണ്ടുവരണം. ഈ നോബ് ഊരിയതിന് ശേഷം 2 സ്ക്രൂ ഉണ്ട്, അത് ഊരണം. പിന്നെ ഈ ഒരു കവർ ഊരിക്കഴിഞ്ഞാൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്, അത് ഊരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന 10-ൻ്റെ ബോൾട്ട് അഴിക്കണം. പിന്നെ നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഈ ഒരു പോർഷൻ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഈ 10-ൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് 2 ഊരിയെടുക്കാം. ഇത് 2 ഊരിയതിന് ശേഷം നമുക്ക് ഈ 2 സീറ്റ് ബെൽറ്റിൻ്റെ ലോക്ക് ചെയ്യണ, അതായത് 14-ൻ്റെ ബോൾട്ട് ഇട്ടും കാര്യം ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2 ഊരിക്കഴിഞ്ഞാലോ നമുക്ക് ഈ കൺസോളിൻ്റെ കവർ പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലൊരു സ്ക്രൂ ഉണ്ട്, അതഴിക്കണം. ഇവിടെ സ്ക്രൂ ഉണ്ട്, സൈഡിലുണ്ട്, പ്രോപ്പറും. ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവറും ഊരിയെടുക്കാൻ പറ്റും. അതിൽ സൈഡ് ലാമ്പിൻ്റെ സോക്കറ്റ്, ചാർജറിൻ്റെ സോക്കറ്റിൻ്റെ കണക്ഷൻ വരും. അത് നമ്മൾ സോക്കറ്റാണ്, അത് പിടിച്ചതിന് ശേഷം മാറ്റി ഈ ഒരു പില്ലർ കവർ 2 വേണം. ഈ സ്പീക്കറിൻ്റെ കവർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 10-ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, അത് അഴിക്കേണ്ടതായിട്ടുണ്ട്. 2 സൈഡിലും വരുന്നുണ്ട്. കഴിഞ്ഞാൽ സെറ്റിന് 4 സ്ക്രൂവിൻ്റെ പിടുത്തം വരുന്നുണ്ട്. 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു 10-ൻ്റെ ഡാഷിൻ്റെ പിടുത്തം വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഈ 4 സ്ക്രൂ അഴിക്കണം. ഇതിൻ്റെ 4 കവർ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. സെറ്റിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ കണക്ഷൻ, കവർ കണക്ഷൻ എല്ലാം വീടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്, 2 ഒഴിക്കണം. ഈ കവർ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10-ൻ്റെ ബോൾട്ട് വരും. ഫ്യൂസിൻ്റെ കവറാണ്, ഈ 10-ൻ്റെ ബോൾട്ട് അഴിക്കണം. ഈ സൈഡിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തും 10-ൻ്റെ ബോൾട്ട് വരും. ഇത് ഫുള്ള് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാഷിൻ്റെ കവർ നമുക്ക് പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റുമെന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഡാഷ് മൊത്തം ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് AC-യുടെ ഹീറ്റർ കോറും അടങ്ങി ഒരുമിച്ച് വരുന്ന AC കവറാണ് വരുന്നത്. ഇത് ഊരണതിനായിട്ട് നമുക്ക് 4 10-ൻ്റെ നെറ്റ് വരുന്നുണ്ട്.
രണ്ടെണ്ണം ഈ സൈഡിൽ ഇവിടെ വരണം, ഇവിടെ വരണം. അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് 2 കത്തിങ്ങനെ ഇട്ട് വരുന്നുണ്ട്. ഇതിൽ കാണാൻ വരണം, അടിയിലായിട്ട് വരണം. പിന്നെ ഡ്രൈനേജ് ജോസ് പിടിക്കേണ്ടതുണ്ട്. നമ്മൾ കണക്ഷൻ പിടിക്കാവുന്നതാണ്. ഫാനിൻ്റെ കണക്ഷൻ, ഇത് റെസിസ്റ്ററിൻ്റെ കണക്ഷൻ, തെർമിസ്റ്ററിൻ്റെ കണക്ഷൻ, ഫാനിൻ്റെ കണക്ഷൻ പിടിക്കണം. ഫ്രീയാവും. അതിനുശേഷം നമുക്ക് എഞ്ചിൻ റൂമിൽ വന്നിട്ട് സെക്ഷൻ പൈപ്പും ലിക്വിഡ് പൈപ്പും എക്സ്പാൻഷൻ വാൽവും വന്ന് നമുക്കൊന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ഹീറ്റർ കോറിലേക്ക് പോകുന്ന കണക്ഷൻ്റെ 2 റബ്ബർ പൈപ്പും നമുക്ക് ഇടിക്കേണ്ടതാണ്. ഇത് രണ്ടും നമുക്ക് ഇടിച്ചതിന് ശേഷം അപ്പുറത്തുനിന്ന് AC കൂളിംഗ് കവർ നമുക്ക് പുറത്തേക്ക് എടുക്കും. ഇതെടുത്തതിന് ശേഷം നമുക്ക് കൂളിംഗ് കോയിൽ നമുക്ക് ഇതിൽ ഫിൽറ്ററൊക്കെ നിറച്ചെടുക്കുന്നു. ഇതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ലീക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പുതിയ കൂളിംഗ് കോയിൽ കയറ്റി സ്പോഞ്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പുതിയ സ്പോഞ്ച് കൊട്ടിച്ച് ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ മാറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിയാണ്. ഞാൻ സ്പോഞ്ചൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ പോയിരിക്കണമൊക്കെ രണ്ടാമത് ഒടിച്ച് സെറ്റ് ചെയ്ത് ഹീറ്ററൊക്കെ വന്ന് സൈഡിൽ പോയി രണ്ടാമത്